ഇതാണ് നമ്മുടെ പ്രഹ്ലാദേട്ടൻ്റെ വീട്. നല്ലൊരു എൻവയോൺമെൻറ്റ്, ധാരാളം മരങ്ങൾ. രസകരമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്. ഇതാ തറവാട് പ്രിസർവ് ചെയ്തിരിക്കുന്നു. ഒരു ചെറിയ മീറ്റിങ്ങുകൾ നടത്താൻ പാകത്തിന് ഇഷ്ടം പോലെ മരങ്ങൾ. ഈ ഭാഗത്ത് ഇങ്ങനെയുള്ളൊരു പ്രദേശമുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. വലിയ മരങ്ങൾ, ഭീമൻ മരങ്ങൾ. വെരി ഗുഡ്. നമുക്ക് പ്രഹ്ലാദേട്ടൻ്റെ അടുത്ത് പോവാം. പ്രഹ്ലാദേട്ടൻ നമസ്കാരം. നമസ്കാരം. പതിവനുസരിച്ച് ഞാൻ ഒരു 10-15 ആൾക്കാരുടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. നന്നായി. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചും ബാങ്കിലത്തെ ജീവിതത്തിന് ശേഷം, ബാങ്കിൽ 2001 റിട്ടയർ ചെയ്തല്ലോ, PRS ആണ്. അപ്പോൾ അതിന് ശേഷമുള്ള അങ്ങയുടെ ജീവിതം അതൊക്കെ ഒന്ന് അറിയിച്ചാൽ തിരക്കില്ല. സന്തോഷം. എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്, വീണ്ടും അങ്ങനെ കാണാനുള്ളൊരു അവസരമായിട്ടാണ് അത് എടുക്കേണ്ടത്, മറ്റൊന്നും ഇല്ല. ബാങ്കിൽ നിന്ന് ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ 2 ഊരായ്മ ക്ഷേത്രങ്ങളുണ്ട്. അഞ്ചേരിക്കാവ് എന്ന് പറഞ്ഞ ഭദ്രകാളി ക്ഷേത്രവും വളർക്കാവ് എന്ന് പറഞ്ഞ ദുർഗാ ക്ഷേത്രവും. ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഞങ്ങളുടെ 3 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്, അഞ്ചേരിയിലുള്ളത്. അതിലത്തെ മുതിർന്ന മെമ്പർമാർ കൂടി ഒരു കമ്മിറ്റിയാണ്. അത് ശരി. പിന്നെ ആഘോഷങ്ങൾക്കും മറ്റൊക്കെ ആയിട്ട് നാട്ടുകാരുടെയും കൂടിയും സഹായ സഹകരണങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട്. അതിന് നാട്ടുകാരെയും കൂടി ചേർത്ത് കമ്മിറ്റി, ആഘോഷ കമ്മിറ്റിയായിട്ട്. അപ്പോൾ നാട്ടുകാർക്ക് വിട്ടുകൊടുത്ത മാതിരിയാണോ? വിട്ടുകൊടുത്തിട്ടില്ല. ക്ഷേത്രങ്ങളുടെ ഭരണമൊക്കെ ഞങ്ങളുടെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് തന്നെയാണ് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്നു. ഒരിടയ്ക്ക് ധാരാളം പാട്ടഭൂമികൾ ക്ഷേത്രത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ ലാൻഡ് ഇനാക്ടിമെൻ്റ് വന്നപ്പോൾ അതൊക്കെ തകരാറായിപ്പോൾ അന്നത്തെ കാലത്തെ കാരണവന്മാർ ചിലർ പറഞ്ഞു, അന്ന് ജോലി ഉണ്ടായിരുന്ന ആളുകളൊക്കെ എല്ലാ മാസവും കുറേശ്ശെ കോൺട്രിബ്യൂഷൻ കൊടുക്കുക. അങ്ങനെ കോൺട്രിബ്യൂഷൻ എല്ലാവരും ജോലിയുള്ള ആളുകൾ കൊടുത്ത് മാസം സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ക്ഷേത്രം നശിക്കാണ്ടും പൂജ മുട്ടാണ്ടും ഒക്കെ കൊണ്ടു നടക്കാനുള്ള സൗകര്യം ഉണ്ടായി അന്ന്. ആ സമ്പ്രദായത്തിൽ ഇപ്പോഴും ഭംഗിയായിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ നടവരവും അതുപോലെ ഭണ്ഡാര വരവും ഒക്കെ ധാരാളമായിപ്പോൾ പിന്നെ അത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടില്ലാണ്ടായി. ഇപ്പോൾ 2022 വളർക്കാവ് അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞു. ഇപ്പോൾ ഈ 2025 അഞ്ചേരിക്കാവ് അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. വളർക്കാവ് എത്ര കിലോമീറ്റർ പോകണം? വളർക്കാവ് എന്ന് പറഞ്ഞപ്പോൾ ഒരു 1.5 കിലോമീറ്റർ കഷ്ടിച്ച്. അത്രേ ഉള്ളൂ അല്ലേ? അഞ്ചേരിക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ഉണ്ടാവും. അതെ. ഈ പശ്ചാത്തലത്തിൽ കാണുന്ന ഈ കെട്ടിടം തറവാടായിരുന്നു. തറവാടിൻ്റെ കുറച്ച് ഭാഗമാണ്. കാരണം മുൻവശത്തെ വലിയൊരു നടപ്പര മാതിരി ഉണ്ടായിരുന്നു. ആ നടപ്പരയാണ് ഇങ്ങനെ കൺവെർട്ട് ചെയ്തിരുന്നത്. മുൻവശമാണ് ഇത്. അതെ. ബാക്ക് ഉണ്ടായിരുന്നു. 4 കെട്ടൊക്കെ ആയിട്ടായിരുന്നു. അതെ. പിന്നെ താമസിക്കാനുള്ള ആളുകളും സൗകര്യം ഇല്ലാണ്ടായപ്പോൾ പിന്നെ അത് നശിച്ചു പോയി തുടങ്ങിയപ്പോൾ ഇത് വേണ്ടെന്ന് വെച്ചു. അതാണ്ടായി. പിന്നെ പ്രഹ്ലാദേട്ടൻ്റെ മക്കളെ എനിക്ക് 2 പേരാണ്. മൂത്ത ആള് ഇപ്പോൾ ആയുർവേദ ഡോക്ടറാണ്. അന്തിക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണു. പ്രമോദ്. അതെ, പ്രമോദ് എന്നാണ് അയാളുടെ പേര്. രണ്ടാമത്തെ ആള് അമേരിക്കയിലാണ്. എഞ്ചിനീയർ. പ്രദീപ് എന്നാണ് അയാളുടെ പേര്. എഞ്ചിനീയറാണ്. 2 പേരുടെ വിവാഹം കഴിഞ്ഞു. 2 പേരുടെ വിവാഹം കഴിഞ്ഞു. രണ്ടാമത്തെ ആൾക്കൊരു പെൺകുട്ടിയുണ്ട്. രണ്ടാമത്തെ ആളുടെ വൈഫ് എഞ്ചിനീയറാണ്. മൂത്ത ആളുടെ വൈഫ് സ്കൂൾ ടീച്ചറാണ്. പറഞ്ഞു നേരത്തെ മാള ഭാഗത്തല്ലേ? അതെ. ഇപ്പോൾ പ്രഹ്ലാദേട്ടൻ്റെ ലൈഫ് ഇവിടെ എങ്ങനെയൊക്കെയാണ്? ഇവിടെ എന്ന് പറഞ്ഞാൽ 22 ക്ഷേത്രങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ? ക്ഷേത്രങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, ഇല്ലായിരുന്നില്ല.
പക്ഷേ ആക്റ്റീവ് ഇത് വെച്ചാൽ പ്രായ വ്യത്യാസം വരുമ്പോൾ വരും നമ്മുടെ വരും ആക്റ്റീവായിട്ടുള്ള അതെ ആ ഒരു ഇതിൽ കുറെ വ്യത്യാസം വരുമല്ലോ. ഇപ്പൊ അങ്ങനെ ചില അടുത്ത് കഴിഞ്ഞ 80-ാം പിറന്നാളല്ലേ കഴിഞ്ഞു. അതെ 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 ഇപ്പൊ 82 അല്ലേ? 82. അതെ അല്ലേ? ശരി, ഏതായാലും വീണ്ടും മറ്റുള്ളവർക്ക് കാണാനായിട്ടൊരു അവസരം ഒരുക്കാൻ കഴിഞ്ഞൊരു സന്തോഷം. ഓ അടുത്ത മീറ്റിംഗ് നമുക്ക് വീണ്ടും കാണാം. ശരി, സന്തോഷം. ഓക്കെ. ഓക്കെ.